ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷാന്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് മസ്തിഷ്ക മരണം. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ രജിഷ വിജയൻ, നിരഞ്ജൻ മണിയമ്പിള്ള രാജു, ദിവ്യപ്രഭ, ജഗദീഷ്, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 36 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 50-55 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 85-90 ലക്ഷം റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 1,10 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ശിവകുമാർ മുരുകേശൻ തിരക്കഥ സംവിധാനം ചെയ്ത തായ്ക്കിഴവി എന്ന തമിഴ് സിനിമ ഇന്നലെ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ഒരു മികച്ച കോമഡി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ രാധിക ശരത് കുമാർ, അരുൾദോസ്, ഇളവരശു, സിംഗപ്പുലി, മുനീഷ് കാന്ത്, ബാലശരവണൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 2,81 ലക്ഷം രൂപയും കർണാടകയിൽ 18 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 2.5 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1.5 ലക്ഷം എന്നിങ്ങനെ 3,03 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഇന്ത്യൻ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം 1,07 ലക്ഷം രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസം ലോകമെമ്പാടുമായി 4,10 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മികച്ച തുടക്കമാണ് നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ 3.5-4 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 10 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ജീവ സംവിധാനം ചെയ്ത് ഇന്നലെ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് ഇനിയും. അഷ്കർ സൗദാൻ, കൈലാഷ്, സനീഷ് മേരെപ്പാട്ട്, റിയാസ് ഖാൻ, സുധീർ, പ്രദീപ് കൃഷ്ണൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,45,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജോർജ് വർഗീസ് സംവിധാനം ചെയ്ത ICU എന്ന സിനിമയും ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. ബിപിൻ ജോർജ്, ബാബുരാജ്, മുരളി ഗോപി, വിസ്മയ അനീഷ്, മീര വാസുദേവ്, ശ്രീകാന്ത് മുരളി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 1,75,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 14 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് അത്യാവശ്യം മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് കപ്പിൾ ഫ്രണ്ട്ലി. അശ്വിൻ ചന്ദ്രശേഖർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്തോഷ് ശോഭൻ, മാനസ വാരണാസി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 13 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 8,81 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 1,33 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 96 ലക്ഷം ഉൾപ്പെടെ 11,10 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. 13 ദിവസം കൊണ്ട് വിദേശത്ത് നിന്ന് 1,62 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 12,72 ലക്ഷം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ജയറാം നായകനായി ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആശകൾ 1000. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് കേരളത്തിൽ 7,22 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 22 ദിവസം കൊണ്ട് കേരളത്തിൽ 7,32 ലക്ഷം റേഞ്ചിൽ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 11 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രകമ്പനം. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 29 ദിവസം കൊണ്ട് 14,42 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. 30-ാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20-25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 30 ദിവസം കൊണ്ട് 14,65 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 22,40 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമ ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയത്. ഈ ചിത്രം 22-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 2 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 3,29 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 4,20 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.